നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും abcreation സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ജനറേറ്റീവ് ഫില്ല് യൂസ് ചെയ്ത് ഒരു ഇമേജ് ക്രോപ്പായി പോകാതെ നമുക്കൊരു കസ്റ്റമർ സൊല്യൂഷനിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഗൈസ്. നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് ലേറ്റസ്റ്റ് ഫോട്ടോഷോപ്പ് വെർഷൻ ആവശ്യമുണ്ട് ഗൈസ്. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നെറ്റ് കണക്ഷനും വേണം ഗൈസ്. നെറ്റ് അല്ലെങ്കിൽ വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജനറേറ്റീവ് ഫില്ല് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതെന്തായാലും വേണം. പിന്നെ ക്രാക്ക്ഡ് വെർഷൻസിലൊന്നും സപ്പോർട്ട് ചെയ്യില്ല ഗൈസ്. ഒറിജിനൽ വെർഷൻസ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. നമുക്കത് തന്നെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. നമുക്കൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ നോർമലി എടുത്തേക്കുന്നത് ഒരു വിഡ്ത്ത് 1920 ഹൈറ്റ് 1080 ഉള്ളൊരു ക്യാൻവാസാണ് ഗൈസ്. ഇനി ക്രിയേറ്റ് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എക്സാമ്പിളായി ഇമേജ് ആഡ് ചെയ്യാം. ഫയലിൽ പോയി നിങ്ങൾക്ക് പ്ലേസ് എംബെഡഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യാം. നമുക്ക് അതിന് ഈ എക്സാമ്പിൾ നോക്കാം. ഇനി പ്ലേസ് കൊടുക്കാം. ഇനി ഓക്കെ കൊടുക്കാം. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ പോർഷനും ഈ പോർഷൻസും ഇത് എംപ്റ്റി ആയിട്ട് കിടക്കുകയാണ് ഗൈസ്. നമുക്കിത് സ്കെയിൽ ചെയ്താലും നമ്മുടെ ഇമേജ് സ്കെയിൽ ചെയ്യാണ്ട് അല്ലാണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കുറേ എണ്ണം കാണാൻ സാധിക്കും. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ജനറേറ്റീവ് ഫില്ല് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യണത്. അത് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്താൽ മതി. നമ്മൾ ഇത് ഈ പോർഷൻ മാത്രം സെലക്ട് ചെയ്യണമെന്നാണ് ഈ റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ എടുത്തത്. പോർഷൻ സെലക്ട് ചെയ്യുന്ന പോർഷൻ മാത്രം നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഈ ഷിഫ്റ്റ് ഞെക്കിയിട്ട് അടുത്ത പോർഷൻസ് നമുക്ക് അതുപോലെ തന്നെ കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്ന് F അടിക്കുകയാണ് ഫുൾ സ്ക്രീൻ ആവാൻ വേണ്ടി. നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ ജനറേറ്റീവ് ഫില്ല് എന്ന് പറഞ്ഞത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വെറുതെ ഒന്ന് ജനറേറ്റ് കൊടുക്കുക. ഇത് ടൈം കുറച്ചെടുക്കും ഗൈസ് ഇതാവാനായിട്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ചെറിയ രീതിയിലൊരു ഇംപെർഫെക്ഷൻസ് പോലെയുണ്ട്. അത് നമുക്ക് ശരിയാക്കി എടുക്കാം. വേണ്ടി ഈ ടൂൾ തന്നെ എടുക്കാം. നമുക്ക് ജനറേറ്റീവ് ഫില്ല് യൂസ് ചെയ്യാം. ജനറേറ്റ് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ആ ഇമേജ് എക്സ്റ്റെൻഡ് ആയെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകാൻ കൂടി ഇല്ല. അതുപോലെ നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ AI ഫീച്ചർ വെച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത നമുക്കൊരു 1080 കൊടുക്കാം. മറ്റേ ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ സൈസ് പോലെ. ക്രിയേറ്റ് കൊടുക്കാം. നമുക്കിതിലേക്ക് വേറൊരു ഇമേജ് ആഡ് ചെയ്യാം. ഇതൊരു ഈ ഒരു ഇമേജാണ് ആഡ് ചെയ്യാം. ഈ പ്ലേസ് കൊടുക്കുക. നേരത്തെ കേസ് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഈ പോർഷൻസ് ഈ പോർഷൻസ് എംപ്റ്റി. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കാം. ഷിഫ്റ്റ് ഒക്കെ ഇട്ട് ഇവിടെ നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഈ ജനറേറ്റീവ് ഫില്ലിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ജനറേറ്റ് കൊടുക്കുക. ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ഇംപെർഫെക്ഷൻസ് ഒന്നും പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. നിങ്ങൾക്കിത് 3 വെർഷൻസ് വരെ ഇതിൻ്റെ ഒപ്പം തന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി മാറ്റി ട്രൈ ചെയ്ത് നോക്കാം. ഏത് വെർഷനാണ് ബെറ്റർ എന്ന് നോക്കാം. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം.
ഫയൽ എടുക്കാൻ ന്യൂ കൊടുക്കാം. അടുത്ത നേരം നമുക്കൊരു ഓപ്പോസിറ്റാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മാറ്റി കൊടുക്കാം. വിഡ്ത്ത് 1080 ഹൈറ്റ് 1920 കൊടുത്തേക്കണം. റെസൊല്യൂഷൻ 300. ക്രിയേറ്റ് കൊടുക്കാം. നമുക്ക് ഫോണിൻ്റെയൊക്കെ റെസൊല്യൂഷൻ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില റീൽസിൻ്റെയൊക്കെ പോലത്തെ. ഇതിലേക്ക് നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം. ഞാൻ ഈ ഒരു ഇമേജാണ് എടുത്തേക്കണം. ജസ്റ്റ് പ്ലേസ് കൊടുക്കാം. നമുക്ക് ഈ പോർഷൻസും നമുക്ക് കവർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ കൊടുക്കാം. നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ഷിഫ്റ്റ് ഒക്കെ ഇട്ട് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാം. നിങ്ങൾ ജനറേറ്റീവ് ഫില്ല് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾ ജനറേറ്റ് കൊടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ഹൈ ഡീറ്റെയിലും ഉണ്ട്, നല്ല ഹൈ ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഇത് വെച്ച് നമുക്ക് ഇതൊന്നും അല്ല, ഇതിൻ്റെ അപ്പുറം നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഈ ജനറേറ്റീവ് ഫില്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണ്ടി അടുത്ത വീഡിയോയിൽ നമുക്ക് അതൊക്കെ നോക്കാം.